ഹായ് ഗായ്സ്, ഇന്നത്തെ ഡെന്റൽ ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഡെന്റൽ എക്സ്ട്രാക്ഷൻ ആണ്. അതായത് പല്ലെടുക്കുന്ന ആ ഒരു ചികിത്സാ രീതി. അപ്പോൾ നമുക്ക് ഒട്ടും അടച്ച് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റാത്ത രീതിക്കും പോയ പല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഒന്നെങ്കിൽ ബോണിന് കട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡെൻസിറ്റി ഉള്ള ഏരിയ എന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത് ഒരു പല്ല് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അതേസമയം അതിനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് അപ്പുറം ഇപ്പുറമുള്ള രണ്ട് പല്ലിന്റെ സപ്പോർട്ട് എടുത്ത് ഒരു ബ്രിഡ്ജ് വെച്ച് കൊടുക്കുക. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പല്ല് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന പല്ലുകൾ ബാക്കിലോട്ട് പോവുകയും അതായത് ഈ എടുത്തു മാറ്റിയ പല്ലിന്റെ സ്ഥലത്ത് കയറിയിരിക്കുകയും മുകളിലിരിക്കുന്ന പല്ലിന് ചവയ്ക്കാനായിട്ട് ഒപ്പോസിങ് ടൂത്ത് ഇല്ലാത്തതോടെ താഴോട്ട് സൂപ്ര എറപ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ പല്ലുകളുടെ ബൈറ്റ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന പല്ലുകളുടെ ഫംഗ്ഷൻ നടക്കത്തില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു പല്ല് പോട്ടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഏർലിയസ്റ്റ് ആയിട്ട് DKS ഉണ്ടെങ്കിൽ ഡെന്റൽ ക്ലിനിക്കിൽ കാണിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒട്ടും റെസ്റ്റോർ പറ്റാത്ത പല്ലുകളാണെന്നുണ്ടെങ്കിൽ റൂട്ട് കനാലിന്റെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് എക്സ്റേ എടുത്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും റൂട്ട് കനാൽ ചെയ്ത് അതിൻ്റെ അകത്ത് പെർമനന്റ് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഒരു ക്യാപ്പും കൂടി വെച്ച് പല്ലിനെ സ്റ്റെബിലൈസ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പല്ല് കുറെ നാൾ പോവും. റീഇൻഫെക്ഷൻ ചാൻസസ് മാത്രമേ അതിനുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരാന്നുണ്ടെങ്കിൽ പല്ല് റിമൂവ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഒട്ടും ഇനി റെസ്റ്റോർ റൂട്ട് കനാലും പോസിബിൾ അല്ലാത്ത പല്ലുകളാണെങ്കിൽ എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ പ്രോസ്തെറ്റിക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫിക്സഡ് അല്ലെങ്കിൽ റിമൂവബിൾ കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അത് തൊട്ടടുത്തുള്ള പല്ലുകളെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. ആ എടുത്തു മാറ്റിയ പല്ലിന്റെ ഏരിയയിൽ മാത്രം അവിടെ തന്നെയാണ് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുക. അപ്പോൾ പല്ലുകളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യം ഇതൊരു കുഞ്ഞ് കറയുടെ ആ ഒരു റീജിയൻ പോലെ വന്നിട്ട് അവിടെ പിന്നെ ബ്ലാക്കിഷ് ആയിട്ട് ഇങ്ങനെ കൂടി വരും. നിങ്ങൾ കണ്ണാടി നോക്കുക, അല്ലെങ്കിൽ ഫുഡ് കയറിപ്പോകുന്ന DKS ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്താണ് അവൈലബിൾ എന്നുള്ളത് അടുത്തുള്ള ഡെന്റിസ്റ്റ് ആയിട്ട് സംസാരിക്കുക. എന്നിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പം ടാറ്റാ.